അയാൾ കഷ്ടപ്പെട്ട് വീട് തേടിപ്പിടിച്ച് ഇവിടം വരെ വന്നതായതുകൊണ്ട്, ഒന്ന് കാണുന്നതുകൊണ്ടോ 2 വാക്ക് മിണ്ടുന്നതിലോ തെറ്റില്ലെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോ നാളെ നമ്മൾ എന്തായാലും ഇവിടുന്ന് പോവും. അതിനു മുമ്പ് പേരിനെങ്കിലും ഒന്ന് യാത്ര ചോദിക്കാമല്ലോ. എടോ, ഇതൊക്കെ ഒരു നിമിത്തമാണെന്ന് കൂട്ടിയാൽ മതി. അല്ലെങ്കിൽ ഇന്ന് തന്നെ വിപിക്ക് ഇവിടെ വരേണ്ട ആവശ്യം എന്താ? അതാ ഞാൻ പറഞ്ഞത്. ഇല്ല അമ്പിമാമ, വിപിയുടെ ഈ വരവിൽ എന്തോ ഒരു അപകടം ഞാൻ മണക്കുന്നുണ്ട്. എന്തപകടം? അയാളുമായി ഞാൻ സംസാരിച്ചതിൽ നിന്ന് ഒരു വഴക്കിനോ ബഹളത്തിനോ താല്പര്യമില്ലാത്ത മട്ടില്ല. അയാൾക്ക് നിന്നെ ഒന്ന് കണ്ടാൽ മാത്രം മതി എന്നാ പറഞ്ഞത്. നിരാശപ്പെടുത്തി തിരിച്ചയക്കണ്ടെന്നാ എന്റെ അഭിപ്രായം. ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം. എന്റെ സർജറി കഴിഞ്ഞ കാര്യം വിപി അറിഞ്ഞോ? ഏയ് ഇല്ല. ഒരു കാരണവശാലും വിപി സർജറിയെക്കുറിച്ച് അറിയരുതെന്നാ ഞാനും ഗീതയും തീരുമാനിച്ചിട്ടുള്ളത്. അത് നന്നായി. അതൊന്നും വിപി അറിയണ്ട. എന്നാ പിന്നെ വരാൻ പറയട്ടെ. അമ്പിമാമ, എന്താ അപ്പു? ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, ഞാൻ പുറത്തുപോയി കാണാം. എന്നാ വാ. അപ്പോ മോളെ, നീ എന്താ എന്നോടൊന്നും മിണ്ടാത്ത? എത്ര നാളായി മോളെ നിന്നെ ഞാനൊന്ന് കണ്ടിട്ട്. എന്തിനായിരുന്നു നീ ഇങ്ങനെയൊക്കെ? എന്താ മോളെ നിനക്ക് പറ്റിയത്? അച്ഛൻ എന്നെ അപ്പൂന്ന് മാത്രം വിളിച്ചാൽ മതി. മോളെന്ന് വിളിക്കണ്ട. ഞാൻ മോളല്ല. അറിഞ്ഞാണല്ലോ അതൊക്കെ. സോറി അപ്പോ. നിന്നെ കണ്ട സന്തോഷത്തിലോ അതോ സങ്കടത്തിലോ ഞാൻ അതേപ്പറ്റിയൊന്നും ഓർത്തില്ല. ക്ഷമിക്ക്. ഞാനിനി അങ്ങനെ വിളിക്കാതിരിക്കാൻ ശ്രമിക്കാം. ഇനിയിപ്പോൾ എങ്ങാനും അറിയാതെ നാവിൽ അങ്ങനെ ഒന്ന് വന്നുപോയാ ഞാനത് മനഃപൂർവ്വം വിളിക്കുന്നതാണെന്ന് നീ വിചാരിക്കരുത്. പഴയ ശീലം. അങ്ങനെ കൂട്ടിയാൽ മതി. എന്നാ നിങ്ങൾ സംസാരിക്കും. ഞാൻ കമലയോട് ചായ എടുക്കാൻ പറയാം. വേണ്ട അമ്മിമോ, എനിക്കൊന്നും വേണ്ട. ഇവിടെ അല്ല, അപ്പോനൊന്ന് കണ്ടല്ലോ, അത് മതി. അത് മാത്രം മതി എനിക്ക്. എന്താ എന്താ നീയൊന്നും എൻ്റെ അടുത്ത് മിണ്ടാത്ത? ഞാൻ കരുതിയത് എന്നെ കാണുമ്പോൾ വിപിന്നും വിളിച്ച് നീ ഓടി വരുന്നാ. അങ്ങനെ വിളിച്ച് ഓടി വന്ന് കെട്ടിപ്പിടിക്കാൻ മാത്രം സ്നേഹത്തിലല്ല നമ്മൾ പിരിഞ്ഞത്. ഹോസ്പിറ്റലിൽ നിന്ന് ഒരു മറവി രോഗം കൂടെ കൂടിയെന്ന് ഞാൻ അറിഞ്ഞു. അത് കാര്യമാക്കണ്ട. ഫ്ലാഷ് ബാക്ക് കഥകളൊന്നും മറന്നുപോയിട്ടില്ലാത്തവര് കൂടെ ഉണ്ടല്ലോ. ചോദിച്ചാ മതി. അപ്പോ നിനക്കെന്നെ എന്ത് വേണമെങ്കിലും പറയാം, എത്ര വേണമെങ്കിലും കുറ്റപ്പെടുത്താം. മുഴുവനായിട്ടില്ലെങ്കിലും കഥകൾ കുറച്ചൊക്കെ ഞാനും മനസ്സിലാക്കി കഴിഞ്ഞു. ഡെയ്സിയും പിന്നെ നിന്റെ അമ്മയും പറഞ്ഞു. കഥയെന്ന് ഞാൻ പറഞ്ഞത് അതൊക്കെ നമ്മൾ അനുഭവിച്ചു തീർത്ത ജീവിതമായിരുന്നെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ടാ. അതിന് നിങ്ങൾ എന്തനുഭവിച്ചു? അനുഭവിച്ചത് മുഴുവൻ ഞാനല്ലേ, പിന്നെ എൻ്റെ അമ്മയും. ശരിയാ നീ പറഞ്ഞത്. ഞാനൊന്നും അനുഭവിച്ചിട്ടുണ്ടാവില്ല, അറിഞ്ഞിട്ടും ഉണ്ടാവില്ല. അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ഈ മറവി എനിക്കൊരു അനുഗ്രഹമാണ് താനും. കഴിഞ്ഞ കാര്യങ്ങൾ വിട്ടേക്ക്. ഇപ്പോ ഈ വരവിന്റെ ഉദ്ദേശം അത് പറ. ആര് പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ടെന്ന്? അമ്മയോ? നന്ദൻ സാറോ? അല്ലെങ്കിൽ മാളോ? അതോ
അമ്പിമാമനോ? ഏയ്, ഞാൻ പറഞ്ഞിട്ടില്ല. ആരും പറഞ്ഞില്ല അപ്പോ, ആരും. അമ്മയടക്കം പലരോടും ഞാൻ ചോദിച്ചു, പല പ്രാവശ്യം. പക്ഷെ എല്ലാവരും എന്നെ നിന്നിൽ നിന്ന് മാറ്റി നിർത്തുകയായിരുന്നു. ഒരുപക്ഷെ മുൻകാല അനുഭവങ്ങൾ ഓർമ്മയുള്ളതുകൊണ്ടാവാം. പക്ഷെ അപ്പോ നിന്നെ കണ്ടെത്തേണ്ടത് എൻ്റെ ആവശ്യമായിരുന്നു. കാരണം നീ എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണെന്ന് എനിക്ക് എന്നെ തന്നെ ബോധ്യപ്പെടുത്തണമായിരുന്നു. എൻ്റെ ആഗ്രഹം അത്രമേൽ ശക്തമായതുകൊണ്ട് ഞാൻ നിന്നെ കണ്ടെത്തുക തന്നെ ചെയ്തു. ശരി, കണ്ടെത്തി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്താ VPയുടെ ഉദ്ദേശം? ഓവർ ഇമോഷണലാക്കി ഒരു മെലോ ഡ്രാമയിലേക്ക് പോവാതെ എത്രയും പെട്ടെന്ന് ഈ സീനങ്ങ് വൈൻഡപ്പ് ചെയ്താൽ ഉപകാരമായിരുന്നു. അപ്പോ ഞാൻ വന്നത് നിനക്ക് ഇഷ്ടമായില്ല എന്നറിയാം, പറഞ്ഞല്ലോ. അതിലെനിക്ക് നിന്നോട് പിണക്കോ പരിഭവമോ ഒന്നുമില്ല. ഇതിലപ്പുറം ഒരു സ്വീകാര്യത നിന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. അതിനുള്ള അർഹത എനിക്കില്ല എന്നറിയാം. എങ്കിലും ഒരു കാര്യം നിന്നോട് എനിക്ക് പറയാനുണ്ട്. അത് നീ കേൾക്കണം, കേട്ടേ പറ്റൂ. ഹോസ്പിറ്റലിൽ വെച്ച് എനിക്ക് കിട്ടിയ 2ാം ജന്മമാണിത്. ഈ പുതിയ ജന്മത്തിൽ നിന്നോട് ഞാൻ ചെയ്ത നീതികേടൊക്കെ ദൈവം എന്നിൽ നിന്ന് മനഃപൂർവ്വം എടുത്ത് കളഞ്ഞതാവും. ദൈവത്തിന് അതൊക്കെ വളരെ ഈസി ആയിട്ട് പറ്റും. പക്ഷെ എനിക്കത് മറന്നോ മായ്ച്ചോ കളയാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഓർമ്മിപ്പിക്കാതിരിക്കുന്നേ നല്ലത്. കൂടുതൽ അലങ്കാരമൊന്നും ഇല്ലാതെ പറയാനുള്ളത് മാത്രം പറഞ്ഞാ അത് രണ്ടു കൂട്ടർക്ക് നല്ലത്. ഓർമ്മിപ്പിക്കാനല്ല അപ്പോ, മറക്കണമെന്ന് പറയാനാ ഞാൻ വന്നത്. സത്യമാണപ്പോ, അച്ഛനോട് നീ ക്ഷമിക്കണം. കഴിഞ്ഞതെല്ലാം മറന്ന് നീ അച്ഛനെ പഴയതുപോലെ സ്നേഹിക്കണം. അച്ഛൻ്റെ ഒപ്പം ജീവിക്കണം. നിന്നെ തൊട്ട് ഞാൻ സത്യം ചെയ്യാം, നിന്റെ ഒരാഗ്രഹങ്ങൾക്കും ഇനി ഞാൻ എതിരല്ല. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നിന്റെ ജീവിതം നിനക്ക് ജീവിക്കാം. പക്ഷേ അതെന്നോടൊപ്പം ആവണമെന്ന് മാത്രം. കൊള്ളാം. ആദ്യം ഞാനൊന്ന് ഞെട്ടി, പക്ഷെ പിന്നീട് ഓർത്തത് ഇതിലും വലിയ നാടകമൊക്കെ VP എന്റെ മുമ്പിൽ അഭിനയിച്ച് തകർത്തിട്ടുണ്ടല്ലോ എന്ന്. അപ്പോ ബിലീവ് മീ, ഞാൻ എന്തിനാ നിന്റെ മുന്നിൽ അഭിനയിക്കുന്നത്? അച്ഛനിത് 100% സിൻസിയറായിട്ട് പറഞ്ഞതാ. അപ്പോ നിന്റെ ഒരു ഇഷ്ടത്തിനും VP നീ നോ പറയില്ല, ഉറപ്പ്? അച്ഛൻ നിന്നെ കൊണ്ടല്ല സത്യം ചെയ്തത്. എന്നെ വിശ്വസിക്കപ്പോ, പ്ലീസ്. വിശ്വസിച്ചു, കണ്ണും പൂട്ടി വിശ്വസിക്കുന്നു. പോരെ? പക്ഷേ ഐം സോറി അച്ഛാ, ക്ഷണം സ്വീകരിക്കാൻ തൽക്കാലം നിവൃത്തിയില്ല. നാളെ ഞാൻ പൂനെക്ക് പോവാ. കുറച്ചു മുമ്പ് VP പറഞ്ഞില്ലേ ഇത് VPയുടെ 2ാം ജന്മമാണെന്ന്? അതുപോലെ അപ്പു ഒരു 2ാം ജന്മത്തിലേക്കുള്ള യാത്രയില്ല. അപ്പു എന്ന ആണിന്റെ ജന്മം. മനസ്സിൽ മാത്രമല്ല, ഈ ശരീരത്തിലേക്ക് സ്വീകരിക്കാം. ഇപ്പൊ എന്തിനേക്കാളും എനിക്ക് വലുതാതാ. അതുകൊണ്ട് VPയുടെ ആഗ്രഹം തൽക്കാലം നടക്കില്ല. ഒരിക്കൽ വരാം ഞാൻ, കെട്ടിലും മട്ടിലും നല്ല ഒത്തൊരു പുരുഷനായിട്ട്. എന്നെ സ്വീകരിക്കാൻ അപ്പോഴും ഈ മനസ്സ് ബാക്കിയുണ്ടെങ്കിൽ കൂടെ ജീവിക്കുന്ന കാര്യം അപ്പം ആലോചിക്കാം. ഇപ്പോ എന്നെ വിട്ടേക്കാം. ഇനിയുള്ള കുറച്ച് മണിക്കൂറുകൾ എൻ്റെ യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിൻ്റെയോ. VP പോയിക്കോ. ഇനി ഈ ആവശ്യം പറഞ്ഞ് ഇവിടെ നിൽക്കണമെന്നില്ല. അമ്പിമാമ, അമ്മിമാമ, അപ്പു എന്തൊക്കെയായി പറയുന്നത്? നാളെ അപ്പു പോവാണെന്നോ? നോ, അതൊന്നും പറ്റില്ല. എന്താ VP ഇങ്ങനെ? എന്തിനാ എങ്ങോട്ടാ യാത്രയെന്നൊക്കെ അപ്പ
അപ്പു വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ. BP പോവാൻ നോക്ക്. ഇനി നിന്ന അപ്പുന് ചിലപ്പോ നോ, ഞാൻ പോവില്ല. ഞാൻ പോവില്ല അമ്പിമാമ. അപ്പു എവിടെയും പോവില്ല. പോവാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പോവില്ല. അമ്പിമാമ എന്നെ നിർബന്ധിക്കുകയും വേണ്ട. ഫോൺ വീപ്പേട്ടൻ തന്നെയാണ് മാറ്റിയെന്ന് ഗീതച്ചിക്ക് ഉറപ്പാണോ? ഇനി ചാർജ് തീർന്ന് എവിടെയെങ്കിലും മറന്നു വെച്ചതാണെങ്കിലോ? അല്ല അശ്വതി, രാവിലെ ഞാൻ നന്ദനെ വിളിച്ച് മാളൂനെയും കൂട്ടി പോകുന്ന കാര്യമൊക്കെ സംസാരിച്ചിട്ട് ഫോൺ ടേബിളിന്റെ പുറത്താണ് വെച്ചതെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. BP രാവിലെ പുറത്തേക്ക് പോകാൻ തയ്യാറെടുത്തപ്പോൾ തന്നെ എനിക്ക് സംശയമുണ്ടായിരുന്നു. ആ കാര്യം നന്ദനെ വിളിച്ചൊന്ന് സൂചിപ്പിക്കാന്ന് കരുതി ഫോൺ നോക്കിയപ്പോഴാ അത് മിസ്സിംഗ് ആണെന്ന് കണ്ടത്. എല്ലായിടത്തും ഞാൻ അരിച്ചു പെറുക്കി നോക്കി, എന്നിട്ടും കാണാച്ചപ്പോഴാ എനിക്ക് VPയെ സംശയം തോന്നിയത്. ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫാ. ഇനി ട്രൈ ചെയ്യേണ്ട അശ്വതി. നമ്മൾ സംശയിക്കും പോലെ VP കൈക്കലാക്കിയത് തന്നെയാവും. എന്തുദ്ദേശാണ് VP അങ്ങനെ ഒരു നീക്കം നടക്കുന്ന കാര്യത്തിൽ മാത്രമേ എനിക്ക് പേടിയുള്ളൂ. എന്റെ ബലമായ സംശയം നന്ദന്റെയും മാളുവിന്റെയും യാത്രയെക്കുറിച്ച് VPക്ക് എന്തെങ്കിലും സൂചന കിട്ടിയിട്ടുണ്ടാവും തന്നെയാ. ഏയ്, അതൊക്കെ ചേച്ചിയുടെ പേടി കൊണ്ട് തോന്നുന്നതാവും. അവരുടെ യാത്രയെക്കുറിച്ച് വീപ്പേട്ടന് എങ്ങനെ അറിയാനാ? അതിനുള്ള ഒരു സാധ്യതയും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഒരുപക്ഷെ അമ്പിമാമിൽ നിന്നെങ്ങാനും. അതിനും ചാൻസ് ഇല്ലല്ലോ ഗീതേച്ചി. വീപ്പേട്ടന്റെ കാര്യം അമ്പിമാമനും അറിയാവുന്നതല്ലേ. എനിക്ക് തോന്നുന്നത് ഗീതേച്ചി ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടിയാവും വീപ്പേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേന്നാ. ഏതായാലും നന്ദന്റെ മാളുവിന്റെ പിന്നാലെ വീപ്പേട്ടൻ പോയിട്ടില്ലെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം. അശ്വതി വിളിച്ചപ്പോ നന്ദൻ അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത്, അല്ലേ? അതേനേ. തന്നെയല്ല, നമ്മളിപ്പോ ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്നതുകൊണ്ട് നന്ദനും ഈ കാര്യത്തിൽ വളരെ കെയർഫുൾ ആയിരിക്കും. നമുക്ക് അവരെ ഒന്നുകൂടെ വിളിച്ചു നോക്കിയാലോ? വേണ്ട അശ്വതി, കൂടെ കൂടെ വിളിച്ചിനി അവരെയും കൂടെ വെറുതെ ടെൻഷനാക്കണ്ട. ചിലപ്പോ അശ്വതി പറഞ്ഞതുപോലെ എന്റെ ടെൻഷനും പേടിയും കൊണ്ട് വെറുതെ തോന്നുന്നതാവും. അതേനേ, ചേച്ചി സമാധാനമായിട്ടിരിക്കെ. പേടിക്കുന്ന പോലൊന്നും സംഭവിക്കില്ലെന്നേ. വീപ്പയുടെ മറ്റെവിടെയെങ്കിലും പോയതായിരിക്കും. ചിലപ്പോ വിചാരിക്കും VPയോട് എല്ലാം അങ്ങ് തുറന്നു പറഞ്ഞാലോ എന്ന്. അല്ലെങ്കിൽ തന്നെ അപ്പുവിന്റെ കാര്യത്തിൽ അറിയാവുന്നതെല്ലാം VP അറിഞ്ഞു കഴിഞ്ഞു. ഞാനും അതേക്കുറിച്ച് ചിന്തിക്കാതിരുന്നില്ല. വീപ്പേട്ടനെല്ലാം അറിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് അപ്പു എവിടെയാണെന്ന് അറിയുന്നതുകൊണ്ട് എന്താ കുഴപ്പം? എത്ര നാളെന്ന് വെച്ചാ ചേച്ചി ഇതെല്ലാം ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്? അതുമാത്രമല്ല, അപ്പുവിനെ സ്വീകരിക്കാൻ വീപ്പേട്ടൻ തയ്യാറാണെന്നല്ലേ മാളുവിനോട് പറഞ്ഞത്. പിന്നെ ഇതൊക്കെ വീപ്പേട്ടൻ അറിയുന്നോണ്ട് എന്താ പ്രശ്നം? അത് തന്നെ അശ്വതി എന്റെ പേടി. മാളുവിനോട് VP അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും എന്താ മനസ്സിലുള്ളതെന്ന് കൃത്യമായിട്ട് എനിക്ക് ഇനിയും പിടിയിട്ടിട്ടില്ല. ചേച്ചിക്ക് വീപ്പേട്ടനോട് തുറന്നു ചോദിക്കായിരുന്നില്ലേ? ഞാൻ അതിനെക്കുറിച്ച് VPയോട് പല വട്ടം ചോദിച്ചതാ. പക്ഷെ അതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കാൻ VP തയ്യാറാവുന്നില്ല. അഥവാ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നമുക്ക് സംശയവും പേടി ഉണ്ടാകുന്നത് പോലെ പലതും പറയുന്നത്. അപ്പുവിന്റെ കാര്യത്തില് എന്നെ ഇങ്ങനെ ഭയപ്പെടുത്തി നിർത്തുക തന്നെയാണ് VPയുടെ ഉദ്ദേശം തോന്നുന്നു. ഞാൻ ആലോചിക്കുന്ന അതല്ല. എന്തുകൊണ്ടാവും ചേച്ചിയോട് വീപ്പേട്ടൻ ഇങ്ങനെ ഇൻഡിഫറന്റ് ആയിട്ട് പെരുമാറുന്നേന്നാ. ഇത്രയും ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടായപ്പോഴും എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാനല്ലേ ചേച്ചി ശ്രമിച്ചത്. എന്നിട്ടും വീപ്പേട്ടൻ എന്താ ഇങ്ങനെ? അപ്പുവിന്റെ കാര്യം ബോധപൂർവ്വം ഞാൻ മറച്ചു വെക്കുന്നു എന്നാ VPയുടെ പ്രശ്നം. സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് VPക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുമില്ലല്ലോ. ചേച്ചിക്ക് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ തുറന്നു പറയാമായിരുന്നു. അപ്പുവിനുള്ള പെരുമാറ്റം എങ്ങനെയായിരുന്നു എന്ന് VPയോട് ഞാൻ ചില സൂചനയൊക്കെ നൽകിയിരുന്നു. പക്ഷെ അതൊന്നും VP വിശ്വസിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. താൻ ഒരിക്കലും അങ്ങനെയൊന്നും ആവൂല അപ്പുവിനെ ഡീൽ ചെയ്യുക എന്നാ VP ഇപ്പോഴും തറപ്പിച്ച് പറയുന്നത്. ആഹാ, അതുകൊള്ളാലോ. പിന്നെ ചേച്ചിക്ക് ഈ കാര്യത്തില് വീപ്പേട്ടനോട് കള്ളം പറയേണ്ട ആവശ്യം എന്താ? ഒന്നും എനിക്കറിയില്ല അശ്വതി. രണ്ടുപേർക്ക് ഇടയിൽപ്പെട്ട് എന്റെ ജന്മം ഇങ്ങനെ എരിഞ്ഞു തീരുകയാണെന്ന് മാത്രം അറിയാം. ഇനി എത്ര നാൾ കൂടിയാ ഇങ്ങനെ? അത് മാത്രമേ അറിയേണ്ടതായിട്ടുള്ളൂ. ചേച്ചി വിഷമിക്കാതെ, എല്ലാം ശരിയാവുന്നേ. അപ്പുവിന്റെ കാര്യത്തില് ഇനി നിലപാട് വ്യക്തമാക്കേണ്ടത് വീപ്പേട്ടനാ. ആദ്യം അതുണ്ടാവട്ടെ. എങ്കിലേ എന്നായാലും ഇതിനെല്ലാത്തിനും ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവും. മുരളിയേട്ടനും അത് തന്നെയാ പറയുന്നത്. BP എന്തു പറഞ്ഞു പിരിഞ്ഞു അമ്പിമാമ? അതിന് VP പോയില്ലല്ലോ. പോയില്ലേ? അതെന്താ? അപ്പോ അത് പിന്നെ
നീ എന്തിനാ നാളത്തെ നമ്മുടെ യാത്രയെക്കുറിച്ച് വിപിയോട് പറയാൻ പോയത്? അതുകൊണ്ട് എന്താ കുഴപ്പം? അതുകൊണ്ട് കുഴപ്പമേ ഉണ്ടായുള്ളൂ. നാളെ നീ ഇവിടം വിട്ട് പോവാണെന്ന് അറിഞ്ഞപ്പോ മുതൽ വിപി ആകെ തകർന്നിരിക്കുക. നമ്മൾ പോകുന്നതിന് വിപിക്ക് എന്താ കുഴപ്പം? അങ്ങനെ ചോദിച്ചാ അയാള് വന്നത് സത്യത്തിൽ നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാ പോ. വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനോ? അത് വിപി മാത്രം തീരുമാനിച്ച പോരല്ലോ. നമ്മൾ പോകുന്നതിന്റെ ആവശ്യവും ലക്ഷ്യമൊക്കെ ഞാൻ വ്യക്തമാക്കിയതാ. പിന്നെന്താ പ്രശ്നം? അതൊന്നും ഇപ്പൊ അയാളുടെ തലയിൽ കയറില്ല. പോ. നിന്റെ ഏത് ആഗ്രഹവും സാധിച്ചു തരാൻ വിപി ഒരുക്കമാണെന്ന് പറഞ്ഞില്ലേ? പക്ഷേ അയാൾക്കൊരൊറ്റ നിർബന്ധമേ ഉള്ളൂ. നീ അയാൾക്കും ഗീതയ്ക്കുമൊപ്പം ആ വീട്ടിൽ താമസിക്കണം. പഴയതുപോലെ നിങ്ങൾ 3 പേരും ഒരുമിച്ച് ജീവിക്കണമെന്ന വിപിയുടെ ആഗ്രഹം. അതൊരു അത്യാഗ്രഹമായി പോവല്ലോ അമ്പിമമ്മ. വിപിയുടെ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ നമുക്കൊരു നിർവാഹമില്ലെന്ന് പറഞ്ഞില്ലേ? പറയാനുള്ളതൊക്കെ നല്ല വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എത്ര പറഞ്ഞിട്ടും അയാൾ പഴയ പല്ലവി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞ അയാൾ നിന്നോട് പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് വല്ലാതെ വിഷമം തോന്നി. ആത്മാർത്ഥമായി തന്നെയാ അയാൾ പറഞ്ഞതെന്നാ എന്റെ വിശ്വാസം. പിന്നെ എത്രയൊക്കെ ആയാലും ഒരച്ഛനല്ലേ അപ്പൂ. അതും അയാളിപ്പോ ഒരു രോഗിയും. ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് നീയാണപ്പോ. തീരുമാനം? എന്ത് തീരുമാനം? അമ്പിമാമൻ എന്തായി പറയുന്നേ? ഞാൻ പറയുമ്പോ നീ ചാടിക്കറി റിയാക്ട് ചെയ്യരുത്. ഒരർത്ഥത്തിൽ നോക്കിയാ വിപിയുടെ ഈ വരവും നിന്റെ മുന്നിലുള്ള ഈ കീഴടങ്ങലും ഒരു വഴിത്തിരിവാണ്. അത് നമ്മൾ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചാൽ ഈ നീക്കത്തിലൂടെ തിരിച്ചുപിടിക്കാൻ പറ്റുന്നത് നിന്റെ മാത്രം ജീവിതമല്ല, നിങ്ങൾ 3 പേരുടെയും ജീവിതമാ. അമ്പിമാമൻ എന്തായി ഉദ്ദേശിക്കുന്നത്? തെളിച്ചു പറ. നാളത്തെ നമ്മുടെ യാത്ര ഒന്ന് മാറ്റിവെക്കുന്നു. അല്ലെങ്കിൽ എന്തിനു വേണ്ടിയായിരുന്നോ ആ യാത്ര, അതിന്റെ ഗുണം നമ്മൾ ഇവിടെ നിന്നും നേടുന്നു. എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്നും നേടിയെടുക്കാൻ പോകുന്നു. അതും നിന്റെ അച്ഛന്റെയും അമ്മയുടെയും പരിപൂർണ സമ്മതത്തോടെ. അതൊന്നും ഒരിക്കലും നടക്കാത്ത കാര്യമാണ് അമ്പിമാമ. വെറുതെ ഇനി അങ്ങനെ ഒരു ഭാഗ്യ പരീക്ഷണത്തിന് ഞാനില്ല. ഇതാ ഞാൻ പറഞ്ഞത്. കേട്ട പാതി കേൾക്കാത്ത പാതി നീ തടസ്സങ്ങളൊന്നും പറയരുതെന്ന്. ഇപ്പൊ പന്ത് നിന്റെ കോർട്ടിലാണപ്പോ. ബുദ്ധിപൂർവം കളിച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരുടെയും ജീവിതം ഒരു സേഫ് സോണിലാവും. അതിനുവേണ്ടി നമ്മൾ വേണ്ടെന്ന് വെക്കേണ്ടി വരുന്നത് നാളത്തെ ഈ യാത്രയും. ഒരർത്ഥത്തിൽ ഈ യാത്ര കൊണ്ടുണ്ടാകുന്നതിന്റെ ഇരട്ടി നേട്ടങ്ങൾ ഇവിടെ തുടരുന്നത് കൊണ്ട് കിട്ടുകയും ചെയ്യും. അറിയാത്തൊരു നാട്ടിൽ നമുക്ക് കിട്ടുന്ന ചികിത്സയ്ക്കും സൗകര്യങ്ങൾക്കും എത്രയായാലും ചില പരിമിതികൾ ഉണ്ടാവില്ലേ അപ്പോ? അതുമാത്രമല്ല, സ്വന്തം വീട്ടുകാരുടെ സമ്മതത്തോടെയും സംരക്ഷണത്തോടെയുമാണ് തുടർ ചികിത്സയെങ്കിൽ അതല്ലേ അപ്പോ ഏറ്റവും നല്ലത്. നിനക്ക് വേണ്ടപ്പെട്ടവരെല്ലാം നിന്റെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടാവുകയും ചെയ്യും. ഫലത്തിൽ നീ എന്താണോ ആഗ്രഹിച്ചത് ആ പോയിന്റിൽ എത്തി നിൽക്കുകയാണ് കാര്യങ്ങൾ. അതാ ഞാൻ പറഞ്ഞത്, ഈ അവസരം ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്നതിലാണ് നിന്റെ മിടുക്കെന്ന്. നാളത്തെ യാത്ര ഉപേക്ഷിച്ച് വീട്ടിലേക്ക് മടങ്ങണമെന്നാണോ അമ്പിമാമൻ പറയുന്നത്? വിപിയുടെ ആവശ്യം അതാണ്. അതിനോട് ഒരു പകുതിയെങ്കിലും പോസിറ്റീവായി റിയാക്ട് ചെയ്താൽ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതിലും വലിയ ഗുണം കിട്ടുമെങ്കിൽ ഒന്ന് മാറ്റി ചിന്തിക്കുന്നതിൽ എന്താ കുഴപ്പം അപ്പോ? ദേ, ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഇനിയൊക്കെ അപ്പൂന്റെ ഇഷ്ടം. നിന്റെ തീരുമാനം എന്താണെങ്കിലും ഞാൻ കൂടെ ഉണ്ടാവും. എന്തു പറയുന്നു?